ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻ വ്യൂ ഓൺ ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻ വ്യൂ ഓൺ ഗ്രേറ്റ് ഡിപ്രഷൻ. നമുക്ക് ആദ്യം എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് മനസ്സിലാക്കാം. ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 ആൻഡ് 1939 1929നും 1939നും ഇടയിലാണ് ഇത് ഉണ്ടായത്. വാസ് എ സിവിയർ ഗ്ലോബൽ എക്കണോമിക് ഡൗൺ ടൗൺ ദാറ്റ് ചലഞ്ചഡ് ട്രഡീഷണൽ എക്കണോമിക് തിയറീസ് ആൻഡ് പ്രാക്ടീസ്. അതായത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഡൗൺ ടൗൺ ആയിരുന്നു ഇത്. അത് അന്ന് വരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് തിയറീസിനെയും പ്രാക്ടീസിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഉണ്ടായത്. ഓക്കെ, ദ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ സ്കൂൾസ് ഓഫ് തോട്ട്, അതായത് ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകളാണ്, ക്ലാസിക്കൽ തോട്ടും കെയ്നീഷ്യൻ തോട്ടും. ഇവർ രണ്ടുപേരും വൈരുദ്ധ്യങ്ങളായിട്ടുള്ള എക്സ്പ്ലനേഷൻസും സൊല്യൂഷനുമാണ് ഈ പ്രശ്നത്തിന് നൽകിയത്. ഓക്കെ, ഓഫേർഡ് കോൺട്രാസ്റ്റിംഗ് എക്സ്പ്ലനേഷൻസ് ആൻഡ് സൊല്യൂഷൻ ഫോർ ദ ക്രൈസിസ്. നമുക്ക് ആദ്യം ക്ലാസിക്കൽ വ്യൂ ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ നോക്കാം. അതായത് ദ ക്ലാസിക്കൽ സ്കൂൾ ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് ഓഫ് എക്കണോമിക്സ് ലൈക്ക്, ഈ ക്ലാസിക്കൽ സ്കൂളിൽ വരുന്ന എക്കണോമിസ്റ്റുകൾ ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ ഇങ്ങനെയുള്ളവരാണ് ഈ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഗണത്തിൽ വരുന്നത്. ഓക്കെ, ഇവർ വിശ്വസിച്ചത് എന്താണ്? ബിലീവ്ഡ് ഇൻ ദ സെൽഫ് റെഗുലേറ്റിംഗ് നേച്ചർ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിന്റെ സെൽഫ് റെഗുലേറ്റിംഗ്, അതായത് സ്വയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്, ഇവരുടെ വിശ്വാസത്തിൽ പ്രകാരം ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ കീ ബിലീഫ്സ് ആണ്. അവർ വിശ്വസിച്ചത് ഇങ്ങനെയൊക്കെയാണ്: സെൽഫ് കറക്ഷൻ ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ്സ് നാച്ചുറലി റിട്ടേൺ ടു ഇക്വിലിബ്രിയം, അതായത് ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം ഇല്ല, അത് നാച്ചുറൽ ആയിട്ട് മാർക്കറ്റ് ആ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു എന്ന് ഇവർ കണക്കാക്കിയിരുന്നു. വിത്തൗട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ആരുടെ ഇടപെടൽ ഇല്ലാതെ, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്. ഡ്യൂ ടു ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് വേജസ് ആൻഡ് പ്രൈസസ്, അതായത് വേജിന്റെയും പ്രൈസിന്റെയും ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ്, റിജിഡ് അല്ല, അതായത് ചേഞ്ച് ആവുന്ന വേജും പ്രൈസും ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയത്തിൽ എത്തുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അടുത്തത് സെയ്സ് ലോ ആണ്. ഇതിൽ പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. എത്ര സപ്ലൈ, എത്ര സാധനങ്ങൾ വിപണിയിൽ വിൽക്കാൻ വെച്ചാലും അതിന് വാങ്ങിക്കാൻ ആളുണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് സെയ്സ് ലോ എന്ന് പറയുന്നത്. മീനിങ് പ്രൊഡക്ഷൻ വിൽ ഓൾവേസ് ജനറേറ്റ് ഇനഫ് ഇൻകം ടു ബൈ വാട്ട് ഈസ് പ്രൊഡ്യൂസ്. അതായത് എത്ര പ്രൊഡ്യൂസ് ചെയ്താലും അതിന് ഇൻകം കിട്ടും, കാര്യം എല്ലാം വിറ്റ് പോകുന്നുണ്ട്. അതാണ് സെയ്സ് ലോ പറയുന്നത്. അത് ഇവരുടെ കീ ബിലീഫാണ്, മറ്റൊരു കീ ബിലീഫാണ്. അടുത്തത് ലിമിറ്റഡ് ഗവൺമെന്റ് റോളാണ്. അത് നമുക്ക് മനസ്സിലാവും. ഗവൺമെന്റ് ഷുഡ് മെയിൻറ്റെയിൻ എ ലേസസ് ഫെയർ അപ്രോച്ച്. അതായത് ലേസസ് ഫെയർ അപ്രോച്ച്, അതായത് ലെറ്റ് ദ ഇൻഡിവിജ്വൽസ് ഫ്രീ. അവർ അത് ഇന്റർവ്യൂ ചെയ്യുന്നില്ല, അവർക്ക് അവരെ അവിടെ ഇന്റർഫിയർ ചെയ്യുന്നില്ല. അവോയ്ഡിങ് ഇന്റർഫിയറൻസ് ഇൻ ദ എക്കോണമി. അതാണ് ഈ ലിമിറ്റഡ് ഗവൺമെന്റ് റോൾ എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ഡിപ്രഷന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവർ പറയുന്നതാണ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സ് ആർഗ്യൂഡ് ദാറ്റ് ദ ഡിപ്രഷൻ വാസ് എ ടെമ്പററി ഇംബാലൻസ്, അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇംബാലൻസ് ആണ്, കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ചാസ്, അതായത് താഴെ പറയുന്ന ഫാക്ടേഴ്സിന്റെ കാരണം കൊണ്ട് ഉണ്ടായ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇംബാലൻസ് എന്നാണ് ഇവരുടെ അഭിപ്രായം. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഓവർ പ്രൊഡക്ഷൻ ആൻഡ് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് അമിതമായിട്ട് ഉത്പാദിപ്പിക്കുന്നതും എന്തെങ്കിലും ഊഹിച്ചുകൊണ്ട്, അതായത് സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഓരോ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്, അതായത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട്. അടുത്തത് വേജസ് ബീങ് സ്റ്റിക്കി. ഇവര് വേജസ് സ്റ്റിക്കി അല്ലെന്നാണല്ലോ ഇവർ പറയുന്നത്. അതായത് ഈ സിറ്റുവേഷനിൽ വേജസ് എന്തായിപ്പോയി? സ്റ്റിക്കി ആയിപ്പോയി, അത് റിജിഡ് ആയിട്ട് നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാതെയും കുറയാതെ നിന്നു. ഇൻ ദ ഷോർട്ട് റണ്ണിലാണ് സംഭവിച്ചത്. ഡിലേയിങ് റിക്കവറി, അപ്പൊ ഇത് റിക്കവറിക്ക് ഡിലേ ഉണ്ടാക്കി. അത് മറ്റൊരു കാരണമായിട്ട് ഇവർ പറയുന്നുണ്ട്. മാർക്കറ്റ് ഫെയിലുവേഴ്സ് ദാറ്റ് നീഡഡ് ടൈം ടു സെൽഫ് കറക്റ്റ്, അതായത് മാർക്കറ്റ് ഫെയിലുവേഴ്സ് നടന്നു, എഫക്റ്റീവ് ഡിമാൻഡ് ഇല്ലാതെ പോയി, അത് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാതെ പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് ഫെയിലിയർ ആയി. അതിന് എന്ത് വേണ്ടി വന്നു? ഒരുപാട് സമയം വേണ്ടി വന്നു, സെൽഫ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം വേണ്ടി വന്നു. ഇതൊക്കെയാണ് ഇവർ ഇതിന്റെ വിശദീകരണമായിട്ട് പറയുന്നത്. നമുക്ക് ക്ലാസിക്കൽ എക്കണോമിക്സ് ഈ ഗ്രേറ്റ് ഡിപ്രഷന്റെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സജസ്റ്റഡ് സൊല്യൂഷൻ, അതായത് അലോ ദ മാർക്കറ്റ് ടു അഡ്ജസ്റ്റ് നാച്ചുറൽ ആയിട്ട് ഈ മാർക്കറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. വേജ് ആൻഡ് പ്രൈസ് റിഡക്ഷൻസ് വുഡ് റീസ്റ്റോർ ബാലൻസ്, അതായത് വേജും പ്രൈസും കുറയ്ക്കുമ്പോഴത്തേക്ക് ഈ ബാലൻസ് റീസ്റ്റോർ ചെയ്യും. അത് മറ്റൊരു സൊല്യൂഷൻ ആയിട്ട് ഇവർ പറയുന്നുണ്ട്. അവോയ്ഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, അതായത് ഗവൺമെന്റ് ഇടപെടൽ, അതായത് ടാക്സ് ഏർപ്പെടുത്തുന്നതും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അങ്ങനെ യാതൊരു ഇന്റർവെൻഷനും ഗവൺമെന്റ് നടത്തണ്ട എന്ന് ഇവർ സജസ്റ്റ് ചെയ്യുന്നു. അവോയ്ഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ടു പ്രിവെന്റ് മാർക്കറ്റ് ഡിസ്റ്റോർഷൻ. ഓക്കെ, മാർക്കറ്റ് ഡിസ്റ്റോർഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കെയ്നീഷ്യൻ വ്യൂ നോക്കാം. കെയ്നീഷ്യൻ വ്യൂ ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. അതായത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, JM കെയ്ൻസ്, ഇൻ ഹിസ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്, ബുക്ക് എന്ന് പറയുന്നത്. 1936 ഇദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചത്. ഡയറക്ട്ലി ചലഞ്ചഡ് ക്ലാസിക്കൽ വ്യൂസ്. അത് ഇദ്ദേഹം എന്താണ് ചെയ്തത്? നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ വ്യൂവിനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്, വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കീ ബിലീഫ്സ് നോക്കാം. അതായത് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഡിമാൻഡ് ഡ്രിവൺ എക്കോണമിയാണ്. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഒരു എക്കോണമി ഡ്രൈവ് ചെയ്യുന്നുള്ളത്. അതായത് എക്കണോമിക് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതായത് അതിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് സപ്ലൈ, നോട്ട് ജസ്റ്റ് സപ്ലൈ മാത്രമല്ല, അതെന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഒരു എക്കോണമി നയിക്കുന്നതാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അടുത്തത് മാർക്കറ്റ് ഇൻസ്റ്റെബിലിറ്റി. അതായത് മാർക്കറ്റ്സ് ഡു നോട്ട് ഓൾവേസ് സെൽഫ് കറക്റ്റ്. ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്ന പോലെ സെൽഫ് കറക്റ്റ് ചെയ്യത്തില്ല. ഡ്യൂ ടു റിജിഡ് വേജസ്, അൺസർട്ടനിറ്റി ആൻഡ് വീക്ക് ഡിമാൻഡ്. അതായത് ഇവിടെ മാർക്കറ്റിൽ റിജിഡ് വേജ് ഉണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്, വീക്ക് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാത്തിനും ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത്. ഓക്കെ, ആക്റ്റീവ് ഗവൺമെന്റ് റോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് എസെൻഷ്യൽ ടു സ്റ്റെബിലൈസ് ദ എക്കണോമി സ്റ്റെബിലൈസ് ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ വേണമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി നമുക്ക് ഗ്രേറ്റ് ഡിപ്രഷന് കെയ്ൻസ് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ നോക്കാം. എക്സ്പ്ലനേഷൻ ഓഫ് ദ ഡിപ്രഷൻ. കെയ്ൻസ് ആർഗ്യൂഡ് ദാറ്റ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് കോസ്ഡ് ബൈ, ഇത് ഈ പറഞ്ഞ കാരണങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് എ കൊളാപ്സ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൊളാപ്സ് ആയത് എങ്ങനെ? ഡ്യൂ ടു ഡിക്ലൈനിങ് കൺസ്യൂമർ സ്പെൻഡിങ്. അതായത് കൺസ്യൂമർ സ്പെൻഡിങ് കുറഞ്ഞത് കൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൊളാപ്സ് ആയതും ആൻഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞതുമാണ് ഇതിന് കാരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്ത കാരണം അൺഎംപ്ലോയ്മെന്റ് റൈസിങ്, അതായത് തൊഴിലില്ലായ്മ കൂടി. ബിക്കോസ് ബിസിനസ് റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇല്ലല്ലോ, പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല ബിസിനസ്സുകൾക്ക്. അപ്പോൾ അവർ പ്രൊഡക്ഷൻ കുറച്ചു. പ്രൊഡക്ഷൻ ഇൻ റെസ്പോൺസ് ടു ലോവർ ഡിമാൻഡ്. ആ ലോവർ ഡിമാൻഡിന് റെസ്പോൺസ് ചെയ്തുകൊണ്ട് അവർ പ്രൊഡക്ഷൻ കുറച്ചത് മറ്റൊരു കാരണം. അടുത്തത് ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടായി. ലിക്വിഡിറ്റി ട്രാപ്പിനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, വെയർ പീപ്പിൾ ഹോൾഡ് മണി ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ്. അതായത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർ കൈവശം വെക്കുന്ന, ഹോൾഡ് ചെയ്യുന്ന, പൂഴ്ത്തി വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ഓക്കെ, എല്ലാം വിശദമായിട്ട് ആ വീഡിയോയിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തത് കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രേറ്റ് ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്നാണ് കെയ്ൻസിന്റെ അഭിപ്രായം. ഇനി നമുക്ക് സജസ്റ്റഡ് സൊല്യൂഷൻസ് നോക്കാം. ഇദ്ദേഹം പറയുന്ന സൊല്യൂഷൻസ് ഇതൊക്കെയാണ്. അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് നടത്തണം. അതായത് ഇൻക്രീസ് പബ്ലിക് സ്പെൻഡിങ് ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ആൻഡ് ക്രിയേറ്റ് ജോബ്സ്. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് സ്പെൻഡിങ് നടത്തണം, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, കൂടുതൽ പാലങ്ങൾ പണിയണം, അല്ലെന്നുണ്ടെങ്കിൽ റോഡ് വികസനം, അല്ലെന്നുണ്ടെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഗവൺമെന്റ് പണം ചെലവാക്കണം. അതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. അടുത്ത് ഡെഫിസിറ്റ് ഫൈനാൻസിങ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് വേർ എ ഗവൺമെന്റ് സ്പെൻഡ്സ് മോർ മണി ദാൻ ഇറ്റ് ജനറേറ്റ്സ് ഇൻ റവന്യൂ. അതായത് ഒരു ഗവൺമെന്റ് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം മേടിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ IMF പോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് കടം മേടിച്ചോ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതായത് ഗവൺമെന്റ്സ് ഷുഡ് റൺ ബഡ്ജറ്റ് ഡെഫിസിറ്റ്സ് ടു ബൂസ്റ്റ് ദ എക്കോണമി ഡ്യൂറിംഗ് ഡൗൺ ടൗൺ. എക്കോണമി ഡൗൺ ടൗൺ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്പെൻഡിങ്ങുകൾ നടത്തണമെന്ന് പറയുന്നു. അടുത്തത് മോണിറ്ററി പോളിസി നമുക്കറിയാം. ഇതിന്റെ ഫലമായിട്ട് ഈ ഡിപ്രഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ മതി. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ പണം എടുത്തിട്ട് അവരെന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരും. ഓക്കെ, അതാണ് പറയുന്നത് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു എൻകറേജ് ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇതാണ് മോണിറ്ററി പോളിസിയുടെ ആക്ഷൻ ആയിട്ട് ഇവിടെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് ക്ലാസിക്കൽ എക്കണോമിക്സിന്റെയും കെയ്നീഷ്യന്റെയും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അതായത് ആസ്പെക്ട്, ക്ലാസിക്കൽ വ്യൂ, കെയ്നീഷ്യൻ വ്യൂ, ഇങ്ങനെ മൂന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആസ്പെക്ട് എന്ന് പറയുന്നത് കോസ് ഓഫ് ഡിപ്രഷനുള്ള കാരണം എന്താണ്? ക്ലാസിക്കൽ വ്യൂ പറയുന്നത് മാർക്കറ്റ് ഇംബാലൻസസ് ആണ്. കെയ്നീഷ്യൻ വ്യൂ പറയുന്നത് കൊളാപ്സ് ഓഫ് ഡിമാൻഡ് ആണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥ. അടുത്ത ആസ്പെക്ട് റോൾ ഓഫ് ഗവൺമെന്റ്. ക്ലാസിക്കൽ വ്യൂവിൽ മിനിമൽ ഇന്റർവെൻഷൻ, കെയ്നീഷ്യൻ വ്യൂവിൽ ആക്റ്റീവ് ഇന്റർവെൻഷൻ. ആസ്പെക്ട് സൊല്യൂഷനിൽ എന്ത് സൊല്യൂഷൻ? ക്ലാസിക്കൽ വ്യൂവിൽ മാർക്കറ്റ് സെൽഫ് കറക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. കെയ്ൻസ് പറയുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് ആണ് കെയ്ൻസ് പറയുന്നത്. ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? സപ്ലൈ സൈഡിലാണ് ക്ലാസിക്കൽ വ്യൂ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. എന്നാൽ കെയ്നീഷ്യൻ വ്യൂ പറയുന്നത് ഡിമാൻഡ് സൈഡിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നു. അടുത്ത് പ്രൈസ് ആൻഡ് വേജ് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ക്ലാസിക്കൽ വ്യൂ പറയുന്നത് അസ്യൂംഡ് ഫ്ലെക്സിബിൾ ആണ്. കെയ്നീഷ്യൻ വ്യൂ കൺസിഡേർഡ് സ്റ്റിക്കി ആണ്. അതായത് ക്ലാസിക്കൽ വ്യൂവിൽ എന്താണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേജ് പ്രൈസും ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ കെയ്നീഷ്യൻ വ്യൂവിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? സ്റ്റിക്കി ആയിട്ടുള്ള വേജസ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് റിയൽ വേൾഡ് ഇമ്പാക്ട് നോക്കാം. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായത് കെയ്നീഷ്യൻ അപ്രോച്ച് തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ തിയറികൾ തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കെയ്നീഷ്യൻ ഐഡിയാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് പോളിസീസ് ലൈക്ക് ദ ന്യൂ ഡീൽ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എടുത്ത ന്യൂ ഡീൽ എന്നുള്ള പോളിസിക്ക് ഇത് വളരെ ഏറെ ഒരു ഇൻഫ്ലുവൻസ് കൊടുത്തു, വളരെ ഏറെ ഇദ്ദേഹത്തിന്റെ കെയ്ൻസിന്റെ ആശയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, അണ്ടർ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അതായത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ അണ്ടറിലാണ് ഈ പോളിസി എടുത്തിട്ടുള്ളത്. വിച്ച് എംഫസൈസ്ഡ് പബ്ലിക് വർക്ക്സ്.
പബ്ലിക് വർക്ക് പ്രോഗ്രാംസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ആണ്. ഇതൊക്കെയാണ് സോഷ്യൽ, അതായത് സാമൂഹിക ക്ഷേമം, പബ്ലിക് വർക്ക് പ്രോഗ്രാം, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ US എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു ഇൻഫ്ലുവൻസ് കൊടുത്ത ഒന്നാണ് കെയ്ൻസിന്റെ ആശയങ്ങൾ. ദീസ് പോളിസീസ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ഇൻ എക്കണോമിക് തിങ്കിങ്, അതായത് എക്കണോമിക് തിങ്കിങ്ങിൽ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് കൊടുത്ത ഒന്നാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ. വിത്ത് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഡോമിനേറ്റിംഗ് മാക്രോ എക്കണോമിക് പോളിസി, അതായത് മാക്രോ എക്കണോമിക് പോളിസിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഫോർ മച്ച് ഓഫ് ദ 20th സെഞ്ചുറി, അതായത് 20ാം നൂറ്റാണ്ടിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.